വായു എന്നത് ജീവൽ പ്രശ്നമാണ്. അതിനാലാണ് വായുവിന്റെ ഗുണനിലവാരത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മെ അസ്വസ്ഥമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം ഉത്തർപ്രദേശിലെ ലോണി എന്ന കൊച്ചു ഗ്രാമമാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇത്രയും കാലം ഒന്നാമതായിരുന്ന ഡൽഹിയെ കടത്തിവെട്ടിയാണ് ഇപ്പോൾ ലോണി ഒന്നാമതെത്തിയിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 6ാം സ്ഥാനത്താണെന്നാണ് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വായു ഗുണനിലവാര സാങ്കേതിക സ്ഥാപനമായ IQAirന്റെ റിപ്പോർട്ടിലുള്ളത്. മലിനമായ വായുവിലെ മാരകമായ PM25 കണികകളുടെ സാന്ദ്രത ഇന്ത്യയിൽ ലോകാരോഗ്യ സംഘടന നിശ്ചയിച്ച സുരക്ഷിത പരിധിയുടെ 10 ഇരട്ടിയിലധികമാണ്. അയൽ രാജ്യമായ പാകിസ്ഥാനാണ് ലോകത്തിലെ ഏറ്റവും മലിനമായ രാജ്യം. വായു മലിനീകരണം നിശബ്ദ കൊലയാളിയായി മാറുകയാണെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു. ഈ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സത്യം പറയട്ടെ പരിശോധിക്കുന്നു. കിട്ടാക്കനിയാകുമോ ശുദ്ധവായു? വായു മലിനീകരണത്തിന്റെ അളവ് പരിശോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് PM2.5. അന്തരീക്ഷത്തിലെ 2.5 മൈക്രോമീറ്ററോ അതിൽ കുറവോ വ്യാസമുള്ള അതിസൂക്ഷ്മ കണങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് മാനദണ്ഡമാക്കാൻ കാരണമുണ്ട്. മനുഷ്യന്റെ മുടിയുടെ കനത്തിന്റെ ഏകദേശം 30% മാത്രമാണ് ഇതിന്റെ വലിപ്പം. അതിനാൽ വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. മനുഷ്യ ശരീരത്തിലെ രക്തപ്രവാഹത്തിലേക്കും ശ്വാസകോശത്തിലേക്കും നേരിട്ട് പ്രവേശിക്കാൻ ശേഷിയുള്ള PM2.5 കണികകളുടെ അതിപ്രസരം വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ആസ്മ, ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ഇത് കാരണമാകുന്നു. നിലവിൽ ലോകത്തെ നഗരങ്ങളിൽ 14% മാത്രമാണ് ലോകാരോഗ്യ സംഘടനയുടെ വായു ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വായുവിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ആശങ്കാജനകമാണ്. റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ആദ്യ 4 മലിന നഗരങ്ങളിൽ 3ഉം ഇന്ത്യയിലാണെന്നത് സ്ഥിതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ലോണിക്ക് പുറമെ ഡൽഹി, മേഘാലയയിലെ ബേർണിഹത്ത്, ഗാസിയാബാദ്, പശ്ചിമ ബംഗാളിലെ ഉല എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് ഇന്ത്യൻ നഗരങ്ങൾ. ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഇത്തവണയും ന്യൂഡൽഹി തന്നെ. ശൈത്യകാലത്ത് ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്ന നഗരം ഗാസിയാബാദാണ്. ഇരുമ്പ്, ഉരുക്ക്, സിമന്റ് ഫാക്ടറികൾ ഉൾപ്പെടെ 80ഓളം വ്യവസായ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന കുന്നുകളാൽ ചുറ്റപ്പെട്ട അസം മേഘാലയ അതിർത്തി ഗ്രാമമാണ് ബേർണിഹത്ത്. ഫിൻലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ 2 മാസം മുമ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലും ഇന്ത്യയിലെ വായു മലിനീകരണത്തിന്റെ ഉയർന്ന തോത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പഠനത്തിൽ 2019-2024 കാലയളവിൽ രാജ്യത്തെ 4041 നഗരങ്ങൾ വായു മലിനീകരണത്തിൽ സുരക്ഷിത പരിധി ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു. അപകടകരമായ വായു മലിനീകരണം ഇന്ത്യയിൽ പ്രതിവർഷം 15 ലക്ഷം പേരുടെ ജീവൻ അപഹരിക്കുന്നതായി പ്രസിദ്ധ മെഡിക്കൽ ജേണലായ ലാൻസെറ്റ് 2024 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വായു മലിനീകരണം ഇന്ത്യക്കാരുടെ ആയുർദൈർഘ്യത്തിൽ 10 വർഷം കുറയ്ക്കുന്നുവെന്നാണ് ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ എനർജി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ എയർ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സിന്റെ വിലയിരുത്തൽ. ലോണി എന്ന കൊച്ചു നഗരത്തിലെ വായു മലിനീകരണ തോത് ലോകാരോഗ്യ സംഘടന നിശ്ചയിച്ച സുരക്ഷിത പരിധിയേക്കാൾ 22 മടങ്ങ് കൂടുതലാണ്. 112.5 മൈക്രോഗ്രാം ആണ് ഇവിടുത്തെ ശരാശരി PM2.5 സാന്ദ്രത. വായു മലിനീകരണത്തിന് പ്രധാന കാരണങ്ങളിലൊന്ന് അവിടെ പ്രവർത്തിക്കുന്ന അനധികൃത വ്യവസായ യൂണിറ്റുകളാണ്. പ്രധാന വില്ലൻ ടയർ ഉരുക്കി എണ്ണയെടുക്കുന്ന അനധികൃത യൂണിറ്റുകളാണ്. ഇവയിൽ നിന്ന് പുറന്തള്ളുന്ന കറുത്ത പുകയിൽ മാരകമായ വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന നിരവധി കൽക്കരി ചൂളകൾ ലോണിയിലുണ്ട്. ശൈത്യകാലത്ത് ഇവ പുറത്തുവിടുന്ന പുക അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് ശ്വാസമുട്ടലിന് കാരണമാകുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ പഴയ ഇലക്ട്രോണിക് മാലിന്യങ്ങളിൽ നിന്നും ബാറ്ററികളിൽ നിന്നും ലോഹങ്ങൾ ഉരുക്കി വേർതിരിക്കുന്ന ചെറുകിട യൂണിറ്റുകൾ ഇവിടെ സജീവമാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ പുക ശുദ്ധീകരിക്കാനുള്ള ഫിൽറ്ററുകളോ ചിമ്മിനികളോ ഉണ്ടാകില്ല. ശ്വാസതടസ്സം, കണ്ണുനീറ്റൽ, ചർമ്മരോഗങ്ങൾ എന്നിവ വർദ്ധിച്ചതോടെ ലോണി പ്രദേശവാസികൾ നിരവധി തവണ ജില്ലാ ഭരണകൂടത്തിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും പരാതി നൽകിയിട്ടുണ്ട്. ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ പ്രദേശത്തെ മലിനീകരണ യൂണിറ്റുകൾക്കെതിരെ പലപ്പോഴായി ഹർജികൾ സമർപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. IQAirന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് വായു ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ കേരളം മികച്ച നിലവാരം പുലർത്തുന്നു. അധികം വ്യവസായശാലകളില്ലെന്നതും
കടൽക്കാറ്റിന്റെ സാന്നിധ്യവും പശ്ചിമഘട്ടത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇതിന്റെ പ്രധാന കാരണങ്ങളാണ്. റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ വായുനില ഏറ്റവും മെച്ചപ്പെടുന്ന സമയം മൺസൂൺ കാലമാണ്. കേരളത്തിൽ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ വായു മലിനീകരണം വൻതോതിൽ വർദ്ധിക്കുന്നതായും റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നഗരം കൊച്ചിയാണ്. കണ്ണൂർ, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വായു മലിനീകരണ തോത് ഇടയ്ക്കിടെ വർദ്ധിക്കുന്നുണ്ട്. ജനുവരിയിൽ തിരുവനന്തപുരത്തെ PM 2.5ന്റെ തോത് 77 യൂണിറ്റ് വരെ ഉയർന്നിരുന്നു. വായുനില പലപ്പോഴും തൃപ്തികരമാണെങ്കിലും ലോകാരോഗ്യ സംഘടനയുടെ കർശനമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള നിലവാരത്തിലേക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങൾ എത്തിയിട്ടില്ല. IQA റിപ്പോർട്ട് 2025 നൽകുന്ന സന്ദേശം വ്യക്തമാണ്. വായു മലിനീകരണം വെറുമൊരു പരിസ്ഥിതി പ്രശ്നമല്ല, ഇതൊരു ഗുരുതര ആരോഗ്യ അവസ്ഥ കൂടിയാണ്. ലോണി മുതൽ ഗുഡ്ഗാവ് വരെയുള്ള നഗരങ്ങളിലെ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് അടിയന്തരമായ നയപരമായ മാറ്റങ്ങളിലേക്കാണ്. കൽക്കരിയിൽ നിന്നുള്ള ഊർജോൽപാദനം കുറയ്ക്കുക, വ്യവസായങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുക, ഗതാഗത സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കുക എന്നിവ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പോം വഴികൾ. അടുത്ത തലമുറയ്ക്ക് ശുദ്ധമായ ഒരു ശ്വാസമെങ്കിലും ബാക്കി വയ്ക്കാൻ നമുക്ക് സാധിക്കുമോ എന്നത് വരും വർഷങ്ങളിലെ നമ്മുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. മെട്രോ ട്രെയിനുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകി പൊതുഗതാഗതത്തിന്റെ നവീകരണം ആവശ്യമാണ്. കൽക്കരി ഉപയോഗം പരമാവധി കുറച്ച് ഊർജ ആവശ്യത്തിന് സൗരോർജ്ജത്തിലേക്കും കാറ്റാടി ഊർജ്ജത്തിലേക്കും മാറേണ്ടി വരും. മാലിന്യങ്ങൾ കത്തിക്കുന്ന രീതി അവസാനിപ്പിക്കുന്നതിന് സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് ശാസ്ത്രീയ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട്. നഗരങ്ങളിൽ മിയാവാക്കി പോലുള്ള ചെറുവനങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള നടപടിക്ക് മുൻതൂക്കം നൽകണം. ഇനിയും നടപടികൾക്ക് ഒട്ടും അമാന്തിച്ചുകൂടാ. ഇതോടെ സത്യം പറയട്ടെ പൂർത്തിയാകുന്നു. നമസ്കാരം.